ചേട്ടാ ഇന്ന് എന്തിന്റെ പ്രത്യേകത അറിയോ? അതെങ്ങനെ മനസ്സിലായി? എന്നിട്ട് എന്താ കാലത്തന്നെ വിഷയം ഞാൻ കണ്ട അപ്പൊ ഞാനല്ല അപ്പൊ ചേട്ടൻ മറന്നില്ലേ? എല്ലാ കൊല്ലവും നേരത്തെ വിഷയമാണ് ആള് എന്നെ ഫസ്റ്റ് തന്നെ വിഷയം ചെയ്തിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിറന്നാളിൻ്റെ അന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് കാലത്ത് തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പിറന്നാളിന് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതെന്ന് എൻ്റെ കൂടെ വന്ന ആൾക്ക് പോലും അറിയില്ല കേട്ടോ. എങ്കിടാ കാലത്തന്നെ 9 മണിയായിട്ടുള്ളൂ. സ്നേഹത്തോടെ പറ. അങ്ങനെയല്ല, സ്നേഹത്തോടെ അങ്ങനെ പോണം അങ്ങനെ പറ. ആ ഓക്കെ, കൊണ്ടുപോവാം. ലതാ ബൈ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നിട്ടെന്നറിയോ? നിന്റെ ബർത്ത്ഡേ, മീനാക്ഷിയുടെ ബർത്ത്ഡേ അല്ല, പിറന്നാള്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും മറന്നേക്കാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ സത്യം പറയാൻ ചേട്ടൻ മറന്നുപോയി. എല്ലാ പ്രാവശ്യം ഇങ്ങനെ കേട്ടാ മറക്കും. എന്നിട്ട് പിന്നെ ഉച്ചയൊക്കെ കഴിയുമ്പോഴാണ് ആലോചിക്കുക. ഞാൻ പറയാനൊന്നും നിൽക്കില്ല, എനിക്ക് വിഷമം വരും, കരച്ചിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും. അപ്പോൾ ആൾക്ക് ആകെ സങ്കടം, ഇതെല്ലാം കൊല്ലും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിക്കൊരു കൂട്ടം, എല്ലാവർക്കും അല്ല. അധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഇപ്പൊ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാത്തവരൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തതൊക്കെ നോക്കും, ഫോണെടുത്ത് നോക്കും. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടുണ്ടോ, വിഷ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഒരു 2-3 വർഷമായിട്ട് ഞാനത് പഠിച്ചു. അതായത് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. എല്ലാവർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് അവരല്ലേ. പക്ഷെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങോട്ട് കയറി സ്റ്റാറ്റസ് ഇടാറുണ്ട്, വിഷ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്കങ്ങനെ ഒരു വിഷമങ്ങളും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വിഷ് ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ കാലത്തന്നെ അമ്പലത്തിലൊക്കെ പോയി. പക്ഷെ ഇപ്പോഴും ആൾക്കറിയില്ല എൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം അറിയില്ല. ബർത്ത്ഡേ മീൻസ് പിറന്നാളാന്നുള്ള കാര്യം ആൾക്കറിയില്ല. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഉണ്ടല്ലോ, നമ്മളെ ആ ഒരു വാട്സപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് അവരിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് കിട്ടാണ്ടാവുമ്പോൾ, ആ ഒരു സംഭവം കിട്ടാണ്ടാവുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം എൻ്റെയൊക്കെ സ്വഭാവം വെച്ചാൽ അങ്ങനെയാണ്. അതായത് ഞാനിങ്ങനെ ഒരു ചെറിയ കാര്യം മതി ഇങ്ങനെ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കുക, വിഷമിക്കുക. ഒരു സത്യം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കില്ല ഇത്. അതായത് ഞാനതിന് അത്രയ്ക്ക് അങ്ങോട്ട് തലപോക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, വിഷമമായിരിക്കും. അയ്യോ, അവരെന്താ അങ്ങനെ എന്നോട് അങ്ങനെ എന്താ മിണ്ടാഞ്ഞ, അല്ലെങ്കിൽ എങ്ങനെ എന്താ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ, ഞാൻ എന്ത് സ്റ്റാറ്റസ് ഇടാൻ, എന്താണോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഈ കുറേയൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മളെ സ്നേഹിക്കണവരെ തിരിച്ച് സ്നേഹിക്കാം. നമ്മളെ സ്നേഹിക്കാത്തവരെ വേണ്ട, നമ്മളെ മൈൻഡ് ചെയ്യണമെങ്കിൽ വേണ്ട, ആവശ്യമില്ല. അതായത് എന്താ പറയുക, നമ്മളെ വേണ്ടത്തോണ്ടായിരിക്കുമല്ലോ, വേണമെങ്കിൽ വേണ്ട, പ്രശ്നമില്ല. അങ്ങനെ നമ്മളെ സ്നേഹിക്കണമെന്ന് ഒരാളുടെ അടുത്ത് വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്നേഹിക്കട്ടെ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ സ്നേഹിക്കേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മറന്നു പോയതായിരിക്കുള്ളൂ. മിനിഞ്ഞാന്ന് വരെ നല്ല ഓർമ്മയുണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ ഇന്നിപ്പോൾ ആള് വിട്ടുപോയിട്ടുണ്ടാവും. അന്നാ പൊട്ടൽ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒരു വീഡിയോ എടുക്കണം, പിന്നെ ഞാൻ അമ്പലത്തിൽ തൊഴുതെടുക്കണം, അങ്ങനെയൊക്കെ എടുത്തതെന്താ. എന്നിട്ട് പോലും ആൾക്ക് മനസ്സിലായില്ല. ആളിങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കണം. അതായിരിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ പിറന്നാളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും കൊണ്ട് അവൻ പോയി കിടന്നുറങ്ങാട്ടോ.